അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ശ്രീ സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും തമിഴിൽ ട്രാവൽ വീഡിയോ കാര്യങ്ങളെന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ഇവ എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തു വെച്ച ഇൻട്രോ വീഡിയോ കാണുന്നില്ല ഗൈസ്, അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഇൻട്രോ എടുക്കുന്നത്. ഇപ്പം ഇത് ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയുടെ അകത്താണ്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് പറയുകയാണ്, ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങളുടെ വീഡിയോയ്ക്ക് അടി വന്ന കമൻറ്റ് ഫുള്ളായിട്ട് ഞാനത് വായിച്ചു നോക്കി. നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അത്യാവശ്യം വീഡിയോയ്ക്ക് നല്ല വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് കുഞ്ഞു കുഞ്ഞു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ അതൊക്കെ ഓവർകം ചെയ്ത് കിടിലം ഫുട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കും വേണം. വീഡിയോ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും വേണം കേട്ടോ. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് അതും കൂടെ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അത്യാവശ്യം അഭിമാനം ഉണ്ടാകുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയായ തെന്മല എക്കോ ടൂറിസം പദ്ധതിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നിങ്ങൾ തമിഴിനെ കണ്ട പോലെ വീഡിയോ 3G ആയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം 3G ആയിട്ടുണ്ട് ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ 3G ആയ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഞാൻ എടുത്ത് അതിൽ പോരായ്മകളൊക്കെ അത്യാവശ്യം ഞാൻ ഓവർകം ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അവിടുത്തെ കുഞ്ഞു കുഞ്ഞു തമാശകളും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് ഒരുപാട് പ്രയോജനപ്പെടും. അപ്പം നമുക്ക് നിർത്തി ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് വേണ്ടി നമ്മുടെ വണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ V3 എംപവർ സാറാണ്. അപ്പോൾ സാറ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ സാറ് ഞാനായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് തിരിക്കാം തെന്മലയിലേക്ക്. വഴിയിൽ ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല, ഞാൻ യവനും മാത്രമേ ഉള്ളൂ, വണ്ടി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വിശാലമായിട്ട് കിടക്കുന്ന വഴിയാണെങ്കിൽ കൂടെ തന്നെ ഇവിടെ ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. മുക്കിനും മൂലയും തിരിച്ചെറിച്ച് 4 വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് നമ്മുടെ ആയൂര് കുളത്തൂപ്പുഴ ഈ റോഡും. പിന്നെ ഈ റോഡിൽ ഇത്ര തിരക്കാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് തെന്മലയിലേക്കുള്ള റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാലിയായിരിക്കും, നമുക്ക് മാത്രമേ കാണുമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളെ കാണാം. ഓക്കെ, ഇതാണ് കുളത്തൂപ്പുഴ ജംഗ്ഷൻ. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് പോകുന്നത്, തെന്മലയൊക്കെ ഉള്ള വഴി. അപ്പോൾ നമുക്ക് നേരെ തെന്മലയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറിയാണ് തെന്മലയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഒരു സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഒരു വലിയ ബോർഡും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപകട മേഖല നദിയിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നദിയാണ് നമ്മുടെ കല്ലട. അപ്പോൾ ഇതിൻ്റെ താഴെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കല്ലട ആറ്റിൻ്റെ ആ തീരം കൂടെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോവാം. അത്യാവശ്യം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരിവിടെ ഇറങ്ങി കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് സീനൊന്നുമില്ല. പൊളിച്ച് വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒരുമാതിരി കറുത്ത കരിക്കട്ടണൊക്കെ ഇരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട് എന്തായാലും. അവിടെ കുളിക്കടവാണ്, ചേച്ചിമാരൊക്കെ ഒന്ന് കുളിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അത് നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല. അട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് താഴെ ആ പാറക്കെട്ടിൻ്റെ ഭാഗത്തോടൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം. ഇവിടെ നല്ല മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മണലാണെന്ന് തോന്നുന്നു. മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊക്കെ വരാം. അത്യാവശ്യം കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ കല്ലടയാറിൻ്റെ തീരവും. കിട്ടില്ല. അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും അത്യാവശ്യം മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അങ്ങ് വെയിലായി. പിന്നെ മഴക്കോള് വന്ന്. ഭഗവാനെ ഈശ്വര, മഴയൊന്നും പെയ്യിക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് നേരെ നിർത്തി ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇനി തെന്മലയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിൽ ഒന്നായ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റും നമ്മുടെ തെന്മല തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ഒരു വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങി പോയിട്ടാണ് വന്നത്. ഇത് നമുക്ക് നേരെ തിരിച്ച് തെന്മലയിലേക്ക് പോകാം. മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആകെ പണി കിട്ടും വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് നേരെ തെന്മലയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കല്ലട പദ്ധതി കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നീണ്ട് നിവർന്നൊക്കെ ഒരു കിടിലം വഴിയുണ്ട്. നമ്മൾ എന്ന് വന്നു കഴിഞ്ഞാലും ഇവിടെ നിർത്തി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഡാമിലേക്ക് അല്ലെങ്കിൽ എക്കോ ടൂറിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും നിർത്തുന്നൊരു കിടിലം സ്ഥലമാണ്. വണ്ടികളും കാര്യങ്ങളും തിരക്കൊന്നുമില്ല. മനസ്സമാധാനമായിട്ട് കുറച്ച് സമയം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ മൊത്തം റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അടുത്ത് നിന്ന് പെടുക്കുന്നു ഗൈസ്. ഇതിടെ നീ പ്രകൃതിയെ മലിനമാക്കോടെ. നമ്മുടെ എംബറസ് അവിടെ നിന്ന് പെടുക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിർത്തി ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് കയറ്റുന്ന കാര്യത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞു തീർന്നില്ല. മഴയും പെയ്ത് നമ്മുടെ വണ്ടി നമ്മുടെ സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കടയുടെ അവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആകെ നമ്മുടെ ഡെബറയോളി എണ്ണം പറയുന്ന തന്നെ ചന്ദ്രനിൽ ചോദ്യമായ അവസ്ഥയാണ്. ഇനിയിപ്പം അങ്ങോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും മഴ തോരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ മഴ തോന്നി നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ മഴ കാരണം നമ്മളൊരു കടയിൽ കയറി ചായയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുക്കിന് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് വെച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അമൂൽ ബേബി. എന്തായാലും ഫസ്റ്റ് വ്ളോഗ് തന്നെ 3G ആയ അവസ്ഥയാണ് കഴിയും. ഈ മഴയൊക്കെ അത്യാവശ്യം തോന്നുന്നു വന്നിട്ടുണ്ട്. എന്നാലും അന്തരീക്ഷമൊക്കെ മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും കാത്തിരുന്ന് നോക്കാം നമുക്ക്. എന്തായാലും 1.5 മണിക്കൂറോടെ നിന്ന് മഴ തോരുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചായം കുടിച്ച് വന്ന് ഇനിയിപ്പം മഴയെ നോക്കി നമ്പ് ചെയ്യുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോകാൻ പറ്റുന്ന അത്രയും ദൂരം നമുക്കൊന്ന് പോയി നോക്കാം. ബാക്കി വരുന്ന വഴിക്ക് ഇല്ലേടാ. അപ്പോൾ അവൻ വെള്ളന്മാരിടുന്ന കണക്കത്തെ ആക്സിഡൻ്റ് മാസ്ക് ഒക്കെ ഇട്ട് സെറ്റാവുകയാണ്. നമുക്ക് നേരെ തെന്മലയിലേക്കൊന്ന് പോയി നോക്കാം. ചെന്നെത്തുന്ന കാര്യമൊക്കെ ഡൗട്ടാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഗോപ്രം കാര്യങ്ങളെല്ലാം ബാഗ് വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത എവിടെയാണോ പോയി ഇതുപോലെ കയറിയ സ്ഥലമുള്ളത് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഇറങ്ങാം ഇല്ലേടാ. ഓക്കെ, എന്തായാലും കാര്യമായി. അത്യാവശ്യം ഇവിടെയൊക്കെ മഴയൊക്കെ തോന്നുന്നു സെറ്റായിട്ട് കിടപ്പുണ്ട്. അത്യാവശ്യം അവിടെയൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വേസ്റ്റ് ആയില്ല. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. എന്തായാലും എക്കോ ടൂറിസ്റ്റ് കയറുന്ന കാര്യം നമുക്ക് ഒരു ചെറിയ ഡൗട്ടാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണിക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് എക്കോ ടൂറിസ്റ്റിലേക്ക്. അപ്പോൾ നേരെ നമുക്കിനി അങ്ങോട്ട് പോവാം.
അപ്പോൾ മഴ എന്തായാലും വീണ്ടും ചതിച്ചു ഗൈസ്. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 10 മീറ്റർ ആയില്ല പറഞ്ഞ് തീർന്ന്. കുറച്ചുകൂടെ മുമ്പോട്ടത്തേക്ക് മഴ വീണ്ടും കൂടി. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലാണ് കയറിയിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ തെമ്മല വ്ളോഗ് വെള്ളത്തിലാവുന്ന അവസ്ഥയാണ്. ഇപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങോട്ട് മഴയാണെങ്കിൽ മിക്കവാറും പാക്കപ്പ് അടിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ബോട്ട് ജെട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ശെന്തുരുണി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിനപ്പുറത്തുണ്ട്. കാര്യം വെച്ചാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല, നല്ല മഴയാണ്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് ഇവിടെ ബോട്ടിങ്ങിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിങ്, ബാംബൂ റാഫ്റ്റ്, കുട്ടവഞ്ചി എന്നുള്ള 3 സെക്ഷനുണ്ട്. അപ്പോൾ എന്തായാലും വരുന്നവർ, തെന്മല വരുന്നവർ ഇത് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല, നമ്മൾ ഫുള്ള് നനയും. അപ്പോൾ നമുക്ക് നേരത്തെ നിർത്തി ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇനി അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ തെന്മല ഡാമിൻ്റെ ആ പരിസരത്തേക്കൊക്കെ പോയി നോക്കാം. ഓക്കെ, കാര്യങ്ങളൊന്നും വയ്ക്കാതെ കുറച്ചുകൂടെ മുമ്പോട്ടെത്തി. നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഇതാണ് നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ വേറെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഇതാണ് തെന്മല ഡാം. നമ്മൾ ഇത് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ മഴ നമ്മളെ ടോട്ടലി ചതിച്ച് കളഞ്ഞ്. ഇതാണ് കല്ലടയാറിൻ്റെ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ കട ഒതുക്കിയിട്ട് അവിടെ നിർത്താം. ഇനിയിപ്പം അകത്ത് കയറുന്ന കാര്യം മിക്കവാറും കൺഫ്യൂഷനാണ്. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പുനലൂരേക്കുള്ള പാതയാണ്. നമുക്ക് എന്തായാലും ഒരു കടയിൽ കയറി നിർത്തിയിട്ട് നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനിയിപ്പോൾ അകത്തോട്ട് ടിക്കറ്റ് എടുക്കാൻ കയറണോ അതോ തിരിച്ചു പോകണോ, നമുക്കിവിടെ ഏതെങ്കിലും കടയിൽ കയറി നിന്നിട്ട് സംസാരിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് അങ്ങോട്ടും കൂടെ കയറിയിട്ടൊക്കെ വരാം. എന്തായാലും നമ്മൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നവർ നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ്. ഇവിടെ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. എന്തോ പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ്റെ മേൽക്കൂര ഓടൊക്കെ പുതുക്കി പാകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് വലിയ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയം കൊള്ളാം. ടിക്കറ്റൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ വെഹിക്കിൾസിന് 25, മിനി ബസ്സിന് 15, കാറ് 10, ഓട്ടോ 5, ബൈക്ക് 5. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് 10 രൂപ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ വ്ളോഗ് എന്തായാലും തേഞ്ഞു ഗൈസ്, തേഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിച്ചിട്ട് പോവാം. ഇപ്പോൾ കാട്ടുതേൻ്റെ കലവറ എന്ന് പറഞ്ഞാൽ തേന്മല എന്ന പേര് പിന്നെ ചുരുങ്ങിയാണ് തെന്മല എന്ന് ആയത്. പശ്ചിമഘട്ട മലയോര മേഖലയിലെ അത്യാവശ്യം കിടിലം ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നമ്മുടെ തെന്മലയിലാണ് ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം നമുക്ക് അങ്ങോട്ടുള്ള കയറാനുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആയി കാണും. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത്. പിന്നെന്താണ്, എന്തായാലും ഒരു കിടിലൻ സ്ഥലം തന്നെയാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ എന്തായാലും നമുക്ക് പറ്റിയ അമളി. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ അടുത്ത തവണ ഇവിടുത്തെ തെന്മല ഡാമിൻ്റെ ഫുള്ള് വീഡിയോ ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ക്യാമറയും കാര്യങ്ങളൊന്നും അകത്തോട്ട് അലൗഡല്ല, എന്നാലും നമ്മൾ. അപ്പോൾ എന്തായാലും വീഡിയോ തേഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. എന്തായാലും പറയണ്ടോ അവിടെ? അപ്പോൾ അവനും കൈ നിലത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്ന സമയം കൊള്ളത്തില്ല, വന്ന കാലാവസ്ഥയും കൊള്ളത്തില്ല, എന്തുകൊണ്ടും രീചിയ അവസ്ഥയാണ്. നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടെ ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഒരു ദിവസം വരുന്നതാണ്. ഇപ്പോൾ എന്തായാലും തെന്മല ഡാമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി തീരുന്നില്ല. ഇനിയും ഇതിൻ്റെ തന്നെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡാം അങ്ങ് ദൂരെ എന്നുള്ള ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെയല്ല. നമ്മുടെ കൊല്ലം ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മലയോര പ്രദേശമാണ് നമ്മുടെ തെന്മല എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശം. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പകർത്താനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് ഡാം കേട്ടോ. അത്യാവശ്യം കിടിലം ഒരു സ്ഥലമായിരുന്നു. അതിന് ടോപ്പ് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. ഇത് പറയാനാ, മഴ ചതിച്ചു ഗൈസ്, ചതിച്ചു. നിങ്ങളെ കേരളം ചതിച്ചു ഇല്ലേ? അപ്പം എന്തായാലും ഇനിയിപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടേക്ക് ഒന്നൊരു 10 മിനിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതേ നടക്കൂ. മഴക്കോളം ഇനിയും ഉണ്ട്. മഴയെ നമ്പിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ചെറുതായിട്ട് അവിടെ നമ്മുടെ ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട്. വെള്ളം വീഴുന്ന പാല് പോലെ വെള്ളം വീഴുന്നത് കാണാം. അപ്പോൾ എന്തൊക്കെയായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്തുകൂടാ അതവിടെ കയറി വരടാ. 5 മണി വരെ ടിക്കറ്റ് ഉള്ളൂ. 5 മണി വരെ ടിക്കറ്റ് ഉള്ളൂ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അകത്ത് കയറിയവർക്ക് പിന്നെ 6 മണി വരെ ഉണ്ട് ഇവിടെ ടിക്കറ്റ് എടുത്തവർക്ക്. ടിക്കറ്റ് അപ്പം ക്ലോസ് ആവും. അത്രേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് തെമ്മല എക്കോ ടൂറിസം എന്ന് പറഞ്ഞ ചെറിയൊരു പാലവും അവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ആയിട്ട്. ഇടയ്ക്ക് വെച്ച് വെള്ളമൊക്കെ കയറിയ സമയത്തൊക്കെ ഇവിടുന്ന് ഡൈവ് അടിച്ച് പോയി അണ്ണന്മാരൊക്കെ മീനെ ചാടി പിടിച്ച വീഡിയോ ഒക്കെ അത്യാവശ്യം വൈറലായതാണ്. അപ്പം എന്തായാലും തിരിച്ച് പോവല്ലേ. ഇവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട് പോകാം. എന്തായാലും ഒരു ചായ കുടിച്ച് ഇനി ഒരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതേ നടക്കത്തുള്ളൂ. അപ്പം എന്തായാലും ഇങ്ങോട്ടുള്ള യാത്രയെല്ലാം കിടിലായിരുന്നു കേട്ടോ. കാനന വീതിയിലൂടെ മഴയൊക്കെ ആസ്വദിച്ചുള്ള യാത്ര തന്നെ അതൊരു കിടിലായിരുന്നു. ഓക്കെ, ഡാമിലെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഇവിടുത്തെ രണ്ടാമത്തെ ചായയും കയറ്റി കുറച്ച് ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞ്. ഇപ്പോൾ ഡാമിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണിത്. ഇവിടുന്ന് ചായ കുടിച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നതിന് ശേഷം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഓക്കെ, ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ചായ കുടിച്ച് കടയിലെ ചേട്ടനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇല്ല ചേട്ടാ? പിന്നെ നമ്മൾ അടുത്ത തവണ ഇവിടെ വരുമ്പോഴത്തേക്ക് കടയുടെ ഫുള്ള് വീഡിയോ എടുത്ത് തരും. ഓക്കെ ചേട്ടാ, വീഡിയോ എടുക്കുന്നതിന് പറയുകയും ചെയ്ത്. ഓക്കെ ഓക്കെ, നമ്മളെന്നാൽ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കാട്ടുപോത്തിൻ്റെയും ഡിനോസറിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. അവിടെ തെമ്മല ഉള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്താം. എന്തായാലും കയറാനോ പറ്റിയില്ല. നമ്മളെന്തായാലും അതും കൂടെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പം നമ്മൾ ഇനി എന്തായാലും ഭാവിയിൽ ഇതിനെപ്പറ്റിയുള്ളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഭാവിയിൽ അത് ചെയ്യാം. എന്തായാലും ഇപ്പം ഈ അവസ്ഥയിൽ നമുക്കത് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ക്ലോസ് ആയി. അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളെന്തായാലും എക്കോ ടൂറിസത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടുത്തെ ടിക്കറ്റും ചാർജും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഇവിടെ 480 രൂപയാണ് ഫുൾ പാക്കേജായിട്ട് വരുമ്പോഴത്തേക്ക്. ഇവിടെ കുറച്ച് സോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വഞ്ചർ സോണ്, ലെഷറർ സോണ്, കൾച്ചറൽ സോണ് എന്നീ 3 സോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ 480 രൂപ ടിക്കറ്റ് ചാർജ്. എന്തായാലും നമുക്കത് ഭാവിയിലുള്ള വീഡിയോയിൽ ആ സോണുകളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. ടോട്ടലായിട്ട് ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾക്ക് മാറ്റി നല്ല രീതിയിൽ ഇനി വരുന്ന വീഡിയോകളിൽ ഇവിടുത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തി നമ്മൾ കിടുക്കൊരു വ്ളോഗ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ശ്രീ സോൺ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നല്ല കിടുക്കാച്ചൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ലാഗടിപ്പിച്ചാൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്നാലും നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ കാണാം.